പല പല തെറ്റിദ്ധാരണകളുടെയും പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ കുടുംബത്തോട് യാതൊരു ബന്ധവും പുലർത്താതെ ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കുടുംബ ജീവിതത്തെ വെറുത്തു പോയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരെ അറിയാനുള്ളൊരു സന്ദേശമാണിത്. എന്താണെന്നറിയാമോ? തെറ്റിദ്ധാരണകളും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു കുടുംബം നമുക്ക് ലോകത്ത് കാണാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു കുടുംബത്തെ ദൈവം സൃഷ്ടിച്ചിട്ടേ ഇല്ല. വിശുദ്ധ ബൈബിളിലെ കുടുംബങ്ങളെ എടുത്തു നോക്കുക. ആദ്യത്തെ കുടുംബം ആദവും ഹവയും, ആ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലായിരുന്നു? ഉണ്ടായിരുന്നു, ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അബ്രാഹത്തിൻ്റെ കുടുംബത്തിലേക്കൊന്ന് എടുത്തു നോക്കിയേ. അബ്രാഹവും സാറയും തമ്മിൽ പല പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം അബ്രാഹത്തിൻ്റെ മകനായിട്ടുള്ള ഇസഹാക്കിൻ്റെ കുടുംബത്തിലേക്കൊന്ന് എടുത്തു നോക്കിയേ. ഇസഹാക്കിൻ്റെ 2 മക്കൾ, അവർ സഹോദരങ്ങൾ തമ്മിൽ നല്ല വഴക്കായിരുന്നു. പിന്നീട് ആ സഹോദരങ്ങൾ ഒന്നിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പ്രശ്നങ്ങൾ പോലും ഇല്ലാത്ത ഒരു കുടുംബത്തെ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ ഏറ്റവും നല്ല കുടുംബം, അല്ലെങ്കിൽ ദ ബെസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ഏത് കുടുംബമാണ്? ഈ ലോകത്തിൽ ദ ബെസ്റ്റ് ഫാമിലി എന്ന് പറയാൻ, അല്ലെങ്കിൽ നല്ല കുടുംബം എന്ന് പറയാനുള്ള കുടുംബങ്ങളുണ്ട്. അതേത് കുടുംബങ്ങളാണെന്നറിയാമോ? പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും തെറ്റിദ്ധാരണകളുടെ ഇടയിലൊക്കെ ക്ഷമിച്ചും പൊറുത്തും സഹിച്ചും ഒക്കെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾ, മക്കൾ തമ്മിലുള്ള പിണക്കങ്ങൾ, മാതാപിതാക്കളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഒക്കെ ഇടയിലും സ്നേഹിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്, ക്ഷമിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളാണ് ദൈവത്തിൻ്റെ മുൻപിൽ ഈ ലോകത്തിലെ ദ ബെസ്റ്റ് ഫാമിലി എന്ന് പറയാനായിട്ട് പറ്റുക. ഏറ്റവും നല്ല കുടുംബം എന്ന് പറയാൻ പറ്റുക ഇങ്ങനെയുള്ള കുടുംബങ്ങളാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്: പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ മാത്രമാണ് ഇത്ര വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയത് വളരെ ഒരു മോശമായിട്ടുള്ള കുടുംബമാണല്ലോ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഇടയിൽ സകല ബന്ധങ്ങളെയും വേർപെടുത്തി ജീവിക്കുന്ന ആൾക്കാർ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കർത്താവ് തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഒക്കെയുള്ള കുടുംബങ്ങളെയാണ് നൽകിയത്, അത് ശരിയാണ്. പക്ഷേ അവിടെ ക്രിസ്തുവിൻ്റെ നിയമമായിട്ടുള്ള സ്നേഹത്തിൻ്റെ നിയമം അത് പൂർത്തിയാക്കാൻ പറ്റാത്തതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് കുടുംബങ്ങളെ ശപിച്ചിട്ട് കാര്യമില്ല, കുടുംബത്തിലുള്ള വ്യക്തികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കാൻ പറ്റാതെ പോയിട്ടുള്ള നിന്റെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ തെറ്റ് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധാരണകളുടെയും പ്രശ്നങ്ങളുടെയും പേരിൽ കുടുംബത്തെ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്നേഹത്തിലും ക്ഷമയിലും അഭിഷേകത്തിലൊക്കെ ജീവിക്കാനുള്ള ഒരു കൃപ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, ഒരു ആശീർവാദം സ്വീകരിക്കാം.